ഇട്ടാണ് നമ്മുടെ സഹനമില്ലേ, നിങ്ങളുടെ എന്ത് സഹനമായിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോ സഹനമാണല്ലോ. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ സഹനം, തോൽവിയുടെ സഹനം, കച്ചവടക്കാർക്ക് നഷ്ടത്തിൻ്റെ സഹനം, കല്യാണം കഴിച്ചവർക്ക് ഭർത്താവിൻ്റെ ഭാര്യയോട് മാനസികമായി ഉണ്ടാക്കുന്ന ഞെരുക്കത്തിൻ്റെ സഹനം, ഓരോരുത്തർക്കും ഓരോരോ സഹനമാണ്. ഈ സഹനമാണ് നമ്മുടെ മെരിട്ടെന്ന് പറയുന്നത്. ഉടമ്പടിയുടെ മെരിട്ടെന്ന് പറയുന്നത് എന്താണ്? അതെന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടല്ല, അത് നെഗറ്റീവാണ്. നിനക്ക് ഉടമ്പടി എടുക്കാൻ യോഗ്യത ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിനക്ക് സഹനം ഉണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെന്ന് പറയും. സഹനമാണ് നമ്മുടെ യോഗ്യത എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാണ് സത്യം, ഇവിടെ എപ്പോഴും പാവപ്പെട്ടവരുണ്ടായിരിക്കും. ഈശോ സിസ്റ്റത്തെക്കുറിച്ച് ഈശോയോട് സംസാരിച്ചപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? പാവങ്ങൾ, ഇസങ്ങൾ മാറാം, ഭരണങ്ങൾ മാറാം, പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അവരുടെ കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ.